നവംബർ 17 RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ കാലമായിട്ട് എക്സാം എന്നാണ് എന്ന് കാത്തിരുന്ന് നന്നായി പഠിച്ചവരുണ്ടാകാം. കുറെ അധികം ആളുകൾക്ക് ചിലപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതായത് എക്സാം നടക്കുമോ, എക്സാം നടക്കില്ലയോ എന്ന ആശങ്കയിൽ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനിയും എക്സാം ക്യാൻസൽ ചെയ്യാനാണോ സാധ്യത കൂടുതലുള്ളതെന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ടാവും. പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് വിചാരിച്ച് പഠിത്തം നിർത്തിയവരുണ്ടാവും. നന്നായിട്ട് തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് ഇനി പഠിക്കേണ്ട എന്ന് തീരുമാനിച്ചവരുണ്ടാകും. എക്സാമിന് നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചവരുണ്ടാകും. അല്ലെങ്കിൽ മടുത്ത പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തവരുണ്ടാകും. അങ്ങനെ നിരവധി കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാവും. മക്കളെ, നിങ്ങൾ ഇനി വരുന്ന 65 ദിവസം, അതായത് നവംബർ 17 എന്ന് പറയുന്ന ദിവസത്തിലേക്ക് ഇനിയുള്ള ദൂരം 65 ദിവസമാണ്. ഈ 65 ദിവസം നിശ്ചയദാർഢ്യത്തോടുകൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആത്മാർത്ഥമായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് 6 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, കൃത്യമായി അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോലിയിൽ എത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. ആ 6 കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ, RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു, ലെവൽ 1 എക്സാമിനേഷൻ നവംബർ 17 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് പ്രൊസീജിയറാണ്. ഏതാണ്ട് 1 കോടിയിലധികം ആളുകൾ ഈ എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനിയും എത്ര ദിവസം നമ്മുടെ മുൻപിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുണ്ട്? ഇന്ന് സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. നവംബർ മാസം 17-ാം തീയതിയാണ് എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. ഇതിൽ പലരും നവംബർ 17-ന് എക്സാം എഴുതും. ചിലർ മുന്നോട്ട് പോയി, ചിലർക്ക് ഡിസംബർ മാസം വരെ കിട്ടാം. അവർക്ക് വീണ്ടും 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കൂടി പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കും. എന്നാലും നമ്മൾ നവംബർ 17 എടുക്കുന്നത് എങ്കിൽ 65 ദിവസമാണ് നിങ്ങളുടെ മുൻപിൽ പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുക. എത്ര ദിവസമാണ്? 65 ദിവസം. അടിവരയിട്ട് വെച്ചോണേ, 65 ദിവസം നിങ്ങളുടെ മുൻപിൽ പ്രിപ്പറേഷന് വേണ്ടി കിട്ടാൻ പോവുകയാണ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മക്കളെ, ഞാൻ പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ നിങ്ങളുടെ റിവിഷന് വേണ്ടി. ഇനി റിവിഷനാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റ് കാര്യങ്ങൾക്കൊന്നും ഇനി എന്തില്ല, പ്രസക്തിയില്ല. ഇനി നിങ്ങൾ ഒന്നേന്ന് പഠിച്ചു വരാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നേന്ന് എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഒന്നും പഠിക്കാത്തവനും ഇതുവരെ നന്നായിട്ട് പഠിച്ചവനും ഇടയ്ക്ക് വെച്ച് പഠിത്തം ഉഴപ്പിയവനും ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന 6 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന 6 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം പ്രയോറിറ്റി ടോപ്പിക്ക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രയോറിറ്റി സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സിലബസ് മനസ്സിലാക്കിയിട്ട് ആ സിലബസിൽ മാർക്കിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സബ്ജക്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 4 പ്രധാനപ്പെട്ട കാറ്റഗറികളായിട്ടാണ് എക്സാം, 4 സബ്ജക്റ്റുകളായിട്ടാണ് എക്സാം നടക്കുക. സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഡിവിഷനുകളായിട്ടാണ് എക്സാം നടക്കുക. ആ ഡിവിഷനുകളിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട, ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. 2 പ്രയോറിറ്റി ടോപ്പിക്കുകൾ, അത് PYQസിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. 3 നിങ്ങളുടെ പെർഫെക്റ്റ് സ്റ്റഡി ടൈം സെറ്റ് ചെയ്യുക. അതായത് പലരും ഡിസ്ട്രാക്റ്റഡ് ആകുന്ന സമയത്താണ് പ്രിപ്പറേഷൻ നടത്തുക. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്നവരിൽ കൂടുതൽ ആളുകൾക്കും ഒരുപാട് സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രിപ്പറേഷന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് കാണും. കുറച്ച് കുട്ടികൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്ക് ശേഷം, പ്രൈവറ്റിൽ ഉള്ള ജോലിക്ക് ശേഷം പഠിക്കുന്നവരായിരിക്കും. ചിലർ ഗവൺമെന്റ് സർവീസിൽ തന്നെയുള്ളവർ പഠിക്കുന്നുണ്ടാവും. ചിലർ വീട്ടമ്മമാരായിട്ടുള്ളവരായിരിക്കാം. ചിലർ മറ്റു ബുദ്ധിമുട്ടുകൾക്കിടയിൽ പഠിക്കുന്നവരായിരിക്കാം. ആരും ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന സമയം ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക. എത്ര മണിക്കൂറാണ് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുക എന്ന് മാറ്റിവെക്കുക. മക്കളെ, ഞാൻ പ്രിഫർ ചെയ്യുന്നത് 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. നന്നായിട്ട് പഠിച്ചു വരുന്നവരാണ്, പക്ഷെ അവർക്ക് ഒരുപാട് ജോലി തിരക്കുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കുറച്ച് സമയം കുറച്ചാലും കുഴപ്പമില്ല. മിനിമം ആവറേജ് 6 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുകയാണെങ്കിൽ അത് മച്ച് ബെറ്റർ ടൈമാണ് എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പൊ ഈ 6 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസത്തെ ഏതൊക്കെ സമയങ്ങളിലാണെന്ന് തീരുമാനിക്കുക. ചില കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ചിലപ്പം കിട്ടുന്ന സമയമായിരിക്കില്ല, അല്ലെങ്കിൽ സ്ലോട്ടുകളായിരിക്കില്ല അടുത്ത ദിവസം കിട്ടുക. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റുക, ഓരോ ദിവസവും എന്ത് ചെയ്യാം, നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ സമയത്തെ ക്രമീകരിക്കുക. ക്ലിയർ അല്ലേടാ മക്കളെ? ഞാൻ പറയുന്നത് വ്യക്തമാണ്. അതിനുശേഷം നിങ്ങളുടെ നെഗറ്റീവ്സ് എന്താണെന്ന് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക. അതായത് പലരും ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുവരെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി തെറ്റാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ വേറൊരു സ്ട്രാറ്റജി പിടിക്കും. അപ്പൊ സമയം അത്രയും പോയിട്ടുണ്ടാവും. വീണ്ടും നിങ്ങൾ ഒന്നേന്നായിരിക്കും തുടങ്ങുക. അതുണ്ടാവാതിരിക്കാൻ ആദ്യമേ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക
എന്താണ് എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ എവിടെയാണ് മിസ്റ്റേക്കുകൾ വരുത്തുക, എനിക്ക് എവിടെയാണ് പാളിപ്പോകുന്നത്, തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് നിങ്ങൾക്ക് ഇത്രയും നാളത്തെ ജേർണിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ ആദ്യമേ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ ചിലർക്ക് ഒരു മണിക്കൂർ കണ്ടിന്യൂസ് പഠിച്ചാൽ ഉറക്കം വരും. അവരെന്ത് ചെയ്യുക, അവർ 25 മിനിറ്റോ 30 മിനിറ്റോ പ്രിപ്പയർ ചെയ്തിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ബാക്കി ടൈം പഠിക്കാം, എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം. 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കും. അല്ല ഞാൻ 3 മണിക്കൂർ കട്ടക്കിരിക്കാൻ പോവാ, ചിലർക്ക് അത് പറ്റില്ല, ചിലർക്ക് പറ്റും. ചിലർക്ക് രാത്രിയിൽ ഇരുന്ന് പഠിക്കുന്നതാണ് ബെറ്റർ, ചിലർക്ക് രാവിലെ ഇരുന്ന് പഠിക്കുന്നതാണ് ബെറ്റർ. ഇങ്ങനെ പലർക്കും അവരുടെ സാഹചര്യങ്ങൾ വെച്ച് വ്യത്യസ്തമായ രീതികളായിരിക്കാം. അത് നിങ്ങൾ കണ്ടെത്തുക, നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ PYQ ചെയ്യുന്നില്ല, ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾ റിവിഷൻ ചെയ്യുന്നില്ല, ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, നിങ്ങളുടെ മൈൻഡ് പഠിക്കുമ്പോൾ ഇവിടെ അല്ല, വായിക്കുന്നുണ്ട് പക്ഷെ മനസ്സ് വേറെ എവിടെയാണ്. ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡെയിലി ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഉണ്ടാക്കുക. അതിൽ നിങ്ങൾ എഴുതി വെക്കുക, ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്, എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ഇതൊക്കെയാണ്, എനിക്ക് ഇത്രയും മനോഹരമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, എനിക്ക് അത്ര മനോഹരമായിട്ട് ഇന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് ആ ഇഷ്യൂസ് ഫിക്സ് ചെയ്യുക. ഓരോ ദിവസവും ഉണ്ടാകുന്ന നിങ്ങളുടെ വീഴ്ചകൾ നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് ഫിക്സ് ചെയ്ത് പെർഫെക്റ്റ് ആവുക. അതാണ് നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത്. ലാസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ടാസ്കുകളെ ചെറിയ 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 ടാസ്കുകളാക്കി മാറ്റുക, ലോങ് ടാസ്കുകളാക്കാതെ. ഉദാഹരണം ഞാൻ പറഞ്ഞു, 5 മണിക്കൂർ ഒന്നിച്ച് പഠിക്കാതെ നിങ്ങൾ ഓരോ മണിക്കൂർ വീതം എന്ത് ചെയ്യുക, ചെറിയ ടാസ്കുകളാക്കുക. ഒരു ടോപ്പിക്ക് മുഴുവൻ എടുത്തിട്ട് അതിനെ ഒന്നിച്ചങ്ങ് തീർക്കാൻ നിൽക്കാതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരു ടാസ്ക് ആക്കി മാറ്റി ചെയ്യുക. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അത് ഊട്ടി ഉറപ്പിക്കാനായിട്ട് പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഇത് ഓരോന്നും ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് സബ്ജക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മക്കളെ, ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ നിങ്ങൾക്കറിയാലോ? 4 കാറ്റഗറികളിലായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തത് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. മക്കളെ, 25 ചോദ്യങ്ങളാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന 25 ചോദ്യങ്ങൾ. അതായത് 25 മാർക്കാണ് 25 ചോദ്യങ്ങൾക്ക്. അടുത്തത് മാത്തമാറ്റിക്സ് ആണ്, 25 ചോദ്യങ്ങൾ 25 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 30 ചോദ്യങ്ങളുണ്ട്, 30 മാർക്ക്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്. ഇതിലെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണ്? ഞാൻ ആദ്യം പറയും, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. കാരണം സിലബസിന്റെ 55 മാർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്? അത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും മാത്സുമാണ്. ഇവിടെ നിങ്ങൾക്ക് പഠനം മാത്രം പോരാ, അവിടെ പ്രാക്ടീസ് വേണം. കാരണം സമയം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റണം. അടുത്തത് വേണ്ടത് ജനറൽ സയൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 25 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ആദ്യം 3 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് 80 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കറണ്ട് അഫെയർ 20 മാർക്കിനാണ്. ഇതിനുശേഷം ഇതിനിടയ്ക്കുള്ള ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന PYQs നോക്കിയിട്ടുള്ള ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ബാക്കി GK ടോപ്പിക്സിന്റെ പഠിക്കണം. അല്ലാതെ നിങ്ങൾ GK മുഴുവൻ, നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാനുണ്ട്, പൊളിറ്റി പഠിക്കാനുണ്ട്, ഹിസ്റ്ററി പഠിക്കാനുണ്ട്, സ്ട്രാറ്റജിക്ക് പഠിക്കാനുണ്ട്, കറണ്ട് അഫെയർ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ജോഗ്രഫി പഠിക്കാനുണ്ട്, IT പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂടി വാരി വലിച്ച് പഠിച്ചു വെച്ചാൽ ഫ്ലോട്ട്, നിങ്ങൾ എന്ത് ചെയ്യും, ഫെയിൽ ആയി പോകും. പകരം എന്ത് ചെയ്യുക, ഏറ്റവും പ്രയോറിറ്റി ടോപ്പിക്കുകൾ മാത്രം ഐഡന്റിഫൈ ചെയ്ത് GKയിൽ നിന്ന് പഠിക്കാം. കറണ്ട് അഫെയറിന് പ്രയോറിറ്റി കൊടുക്കുക, ജനറൽ സയൻസിന് പ്രയോറിറ്റി കൊടുക്കുക. മാത്സ് റീസണിംഗിൽ മെഴുകുക. അത്ര മാത്രമേ എനിക്ക് എന്ത് ചെയ്യാനുള്ളൂ, പറയാനായിട്ടുള്ളൂ. ഓക്കെ, അതാണ്. ബട്ട് സബ്ജക്റ്റുകൾ ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് മനസ്സിലായി. ഇനി നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഏതിനാണ്? ടോപ്പിക്കുകൾക്കാണ്. ഈ ഓരോ സബ്ജക്റ്റുകളിലെയും ഏത് ടോപ്പിക്ക് വേണം ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ? അതിനാണ് മക്കളെ PYQ എന്ന് പറയുന്ന സംഗതി. നിങ്ങൾ ഇതിന് മുൻപുണ്ടായിരുന്ന എക്സാമുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ എക്സാമുകളിൽ നിന്ന് PYQs ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഏത് സബ്ജക്റ്റ് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ആദ്യം പ്രിപ്പയർ ചെയ്ത് പോകാൻ, ആദ്യം പഠിച്ചു പോവേണ്ടത് ഏത് സബ്ജക്റ്റുകളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് വെച്ചിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു സ്റ്റഡി പ്ലാനിൽ കൃത്യമായിട്ട് ഒന്നേന്ന് ഏറ്റവും പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും ഇത് നമ്മുടെ ബാച്ചിലാണ് ലഭിക്കുക കേട്ടോ. RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രാഷ് ബാച്ചിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം ചെയ്യാം. ഇതിൽ ഇംഗ്ലീഷിലും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും, അതേപോലെ തന്നെ മലയാളത്തിലും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. ഈ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്ലാസ്സുകൾ എന്താണ് നിങ്ങൾക്ക് നോക്കി കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഈ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ ഓരോ ദിവസവും നിങ്ങളിലേക്ക് തരിക. ഇന്ന് മുതൽ അതായത് സെപ്റ്റംബർ 12
നിങ്ങൾക്ക് എന്താണ് നാളെ മുതലായിരിക്കും ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ലഭിച്ചു തുടങ്ങാം. നാളെ മുതലുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തുടങ്ങി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ദിവസവും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തും, അതനുസരിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലാസ് കാണും, ആ ക്ലാസ്സിന്റെ ഒരു കൃത്യമായിട്ടുള്ള റിവിഷൻ എക്സാം കാണും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മുന്നോട്ട് പോകുമ്പോൾ റിവിഷൻ ക്ലാസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മാത്സുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മാത്സ് ഒക്കെയാണ് ഏറ്റവും പ്രയാസമുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ അടങ്ങുന്ന ഒരു സ്റ്റഡി പ്ലാനോടുകൂടി ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ഒക്ടോബർ 30 ആകുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷനും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നവംബർ 17 എക്സാമിന് അടിപൊളിയായിട്ട് പോകും. ഇതാണ് നമ്മുടെ ബാച്ചിന്റെ ഹൈലൈറ്റ്. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഇന്ന് ഓറിയന്റേഷനോടുകൂടി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഓറിയന്റേഷനോട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നാളെ മുതൽ ക്ലാസ് കിട്ടി തുടങ്ങും. അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ഓരോന്ന് വീട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഇതിൽ കണ്ടോ, ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ തന്നെ മാത്സ്, റീസണിങ്, ഈ ടോപ്പിക്കുകൾക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ക്ലാസ്സുകൾ ഇവിടെ തരിക. ഓക്കെ, അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും. അതിനുള്ള 2 സ്റ്റഡി പ്ലാൻ, ഇംഗ്ലീഷിൽ സ്റ്റഡി പ്ലാൻ ഉണ്ട്, മലയാളത്തിൽ സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഏത് ഫോളോ ചെയ്യുന്ന ഒരാളുകളാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാം. അതേപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇനിയും റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ടുള്ള മൈക്രോ നോട്ട്സും ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 8281223366 പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കാം, ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടുത്ത 3ാമത്തെ കാര്യം, നിങ്ങൾക്കൊരു പെർഫെക്റ്റ് സ്റ്റഡി ടൈം ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങളുടെ ഏറ്റവും ഏത് സാഹചര്യത്തിലുള്ള ആളാണെങ്കിലും ആ ആളിന് അനുയോജ്യമായ ഒരു ദിവസം സമയം കണ്ടുപിടിക്കാം. 6 മണിക്കൂറാണെങ്കിൽ 6 മണിക്കൂർ, എനിക്ക് 10 മണി തൊട്ട് 1 മണി വരെ പഠിക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല. ദെൻ 6 മണി തൊട്ട് 8 മണി വരെ വൈകിട്ട് പഠിക്കാൻ പറ്റും. ഇങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളൊരു 6 മണിക്കൂർ ഐഡന്റിഫൈ ചെയ്യുക. ആ 6 മണിക്കൂർ ഓരോ ദിവസവും എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ദെൻ അതിനുശേഷം നിങ്ങളുടെ നെഗറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുക. അതായത് ചിലർക്ക് ഉറക്കം ഒരു പ്രശ്നമാണ്, ചിലർക്ക് ഒരുപാട് നിരാശയുണ്ടാവാം, ചിലർക്ക് ഡൗട്ടായിരിക്കാം പ്രശ്നമായിട്ട് വരിക, ചിലർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കാം പ്രശ്നം. എന്താണോ നിങ്ങളുടെ നെഗറ്റീവ്, ആ നെഗറ്റീവ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ആദ്യമേ നിങ്ങൾ അത് ഫിക്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമയം എന്ത് ചെയ്യത്തില്ല, വെറുതെ വേസ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്യുക. ഒരു 65 ദിവസം കടിച്ചു പിടിച്ച് ആ പ്രശ്നങ്ങളെ മാറ്റി നിർത്തുക. ഒരു 65 ദിവസം കടിച്ചു പിടിച്ച് ആ പ്രശ്നങ്ങളെ മാറ്റി നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ എക്സാമിന് വേണ്ടി, നിങ്ങളുടെ ലൈഫിന് വേണ്ടി എന്ത് ചെയ്യുക, 65 ദിവസങ്ങൾ മാറ്റിവെക്കുക. ഇതുവരെ എന്തായിരുന്നോ എല്ലാം മറന്നു കളഞ്ഞേക്കും. ഇനിയുള്ള 65 ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെഗറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യണം, അത് ഫിക്സ് ചെയ്യണം. അതിനുശേഷം നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകുക. ഈ ചെക്ക് ലിസ്റ്റ് ഇതേ മാതൃകയിൽ നിങ്ങൾക്ക് എഴുതി വെച്ചാൽ മതി. ഞാൻ ഒരു ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് ഇതേ മാതൃകയിൽ ഒന്ന് എഴുതി വെച്ചാലും മതി. നിങ്ങൾ ഡേറ്റ് ഇടുക. ആ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് എഴുതി വെക്കുക. അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ തോന്നി എന്നുള്ളത് മനസ്സിലാക്കുക. ആ പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്ത് അത് ഫിക്സ് ചെയ്യുക. നാളെ ഇനി എന്ത് ചെയ്യരുത്, ആ പ്രശ്നം ആവർത്തിക്കരുത്. ഇന്നുണ്ടായ പ്രശ്നം അത് നാളെ ആവർത്തിക്കരുത്. ഇന്നുണ്ടായ മികച്ച കാര്യം അത് നാളെ നിങ്ങൾ ആവർത്തിച്ചോ. അപ്പം ഇന്ന് പഠിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് നാളെ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇന്ന് പഠിച്ചു, ഞാൻ ഇന്ന് പഠിച്ചില്ല, ഞാൻ ഇന്ന് 50% പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഇന്ന് 70% പഠിച്ചിട്ടുള്ളൂ, എനിക്കിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് റെക്കോർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ബെറ്റർ ആ ഒരു സംഗതി നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം സ്മോൾ ടാസ്കുകൾ ചെയ്യാം. അത് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി പഠിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെയാണ് നമ്മൾ തരുന്ന മൈക്രോ നോട്ട്സിന്റെ പ്രത്യേകത. ഇത് GK റിവിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ നോട്ട്സ് തരിക. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വലയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് മൈക്രോ നോട്ട്സ് ഉപയോഗിക്കാം കേട്ടോ. ഉത്തരായന രേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമല്ലേ, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗമല്ലേ. അതിനുശേഷം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറില്ലേ. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറില്ലേ. നീതി ആയോഗിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട, ഭരണഘടന അസംബ്ലിയുമായി ബന്ധപ്പെട്ട, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്, ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പെർഫെക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മാത്സും അതേപോലെ തന്നെ റീസണിങ്ങും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സമയം കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബെറ്റർ ആയി വരാൻ പറ്റും. ഇതോടുകൂടി 65 ദിവസങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് D എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആ ഗ്യാരണ്ടിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുക. ഇതിന് നിങ്ങൾക്ക് ഈ ഒരു 6 കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാണോ എങ്കിൽ നിങ്ങൾ താഴെ യെസ് എന്ന് കമന്റ് ചെയ്യാം. ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് കമന്റ് ചെയ്യാം. 65 ദിവസവും ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക.
താഴെ വന്ന് ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ പറയുക ഡേ 1 ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, ഡേ 2 ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, ഡേ 3 എന്ന് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ചലഞ്ച് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുക. എല്ലാ ദിവസവും വീഡിയോയുടെ താഴെ എത്ര കുട്ടികൾ കൃത്യമായി വന്ന് കമന്റ് ഇടും എന്ന് പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ നാണക്കേട് വിചാരിക്കരുത്, ഇവിടെ നിങ്ങൾ മറ്റുള്ളവർ കാണുമല്ലോ എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി കിട്ടും. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ വന്ന് എല്ലാ ദിവസവും കമന്റ് ചെയ്യാം, ഞാൻ ഇന്ന് ഡേ 1 ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന് ഡേ 2 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട്? അങ്ങനെ പറഞ്ഞ് കൃത്യമായിട്ടൊന്ന് ഫിനിഷ് ചെയ്തു എന്നുള്ള കഥ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഇടാൻ പറ്റുമെങ്കിൽ ഈ ഒരു 65 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ദെൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ റിവിഷൻ പ്ലസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ഡെയിലി ക്ലാസ്സുകൾ കിട്ടും. ദെൻ എക്സാമിന് മുമ്പ് ഒരു ഒക്ടോബർ മാസം 30 കൂടി നമ്മൾ എല്ലാ സിലബസിലെ കാര്യങ്ങളും എന്ത് ചെയ്യും? കവർ ചെയ്യും. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യും. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സിലബസിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തില്ല, പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇനി 65 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ആ ബാച്ചിൽ ചെയ്യും. ഡെയിലി ടോപ്പിക്കുകൾ കിട്ടും, ഡെയിലി എക്സാമുകൾ കാണും, ദെൻ അതേപോലെ തന്നെ പ്രാക്ടീസ് എക്സാമുകൾ കാണും. ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ആ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ്, നിങ്ങൾക്കൊരു ടെലഗ്രാം ചാനൽ കാണും. ആ ടെലഗ്രാം ചാനലിലൂടെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് കിട്ടും. ദെൻ എല്ലാ മൺഡേസിലും വൈകുന്നേരം 6 മണിക്ക് കൃത്യമായിട്ടൊരു മോട്ടിവേഷൻ സെഷൻ കാണും. നിങ്ങൾ വീണ് പോകാതിരിക്കുന്ന ഒരു മോട്ടിവേഷൻ സെഷൻ കാണും. ദെൻ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പാക്ക് കൂടി കിട്ടും. ആ ടെസ്റ്റ് പാക്കിൽ കൃത്യമായിട്ട്, ടെസ്റ്റ് പാക്ക് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇവിടെ കൃത്യമായിട്ട് എക്സാമുകൾ നിങ്ങളെ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓരോ ദിവസത്തെ കാര്യങ്ങൾ കഴിയുമ്പോഴും ടോപ്പിക്കുകൾ കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ കാണും. ദെൻ പ്രാക്ടീസ് എക്സാമുകൾ കാണും. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യും? മോൾഡ് ചെയ്ത് അപ്സ്കിൽ ചെയ്ത് മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഓക്കെ, ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ടെസ്റ്റ് പാക്ക് തന്നെയാണ് വേണ്ടതെങ്കിൽ 250 രൂപ മാത്രം മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് പാക്കും മൈക്രോ നോട്ട്സും മാത്രമായിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ 250 രൂപയാണ്. എത്രയും വേഗം ഈ ബാച്ചിൽ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. 2025 RRB ഗ്രൂപ്പ് ഡി എക്സാമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലിയിൽ കയറാനായിട്ട് പറ്റും. താങ്ക് യു സോ മച്ച്.